ഹലോ, വെൽക്കം ടു മൈ അക്കൗണ്ടിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ വരാൻ ചാൻസ് ഉള്ള എറേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കംപ്ലീറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്സ് കണ്ടു. ഈ കംപ്ലീറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ വരാൻ ചാൻസ് ഉള്ള എറേഴ്സ് എന്തൊക്കെയാണ്, എറേഴ്സ് ഉണ്ടായാൽ അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിൽ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ റോൾ എന്താണ്, ഈ എറേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യുക, എങ്ങനെയാണ് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. വെൽക്കം ടു ദി വീഡിയോ. സസ്പെൻസ് അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സസ്പെൻസ് അക്കൗണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ അക്കൗണ്ടിങ്ങിൽ വരാൻ ചാൻസ് ഉള്ള എറേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഈ എറേഴ്സിനെ നമുക്ക് 4 കാറ്റഗറിയിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ കാറ്റഗറി എറേഴ്സ് ഓഫ് ഒമിഷനാണ്. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുപോവുക. അപ്പോൾ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായാൽ അത് നമ്മൾ തീരെ റെക്കോർഡ് ചെയ്യുന്നില്ല, ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയാൽ അതിനെ കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയും. കാരണം നമ്മൾ ഫുള്ളായിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, ഒരു ക്യാഷ് അക്കൗണ്ട് ആയിട്ട് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തു, സെയിൽസ് ബുക്കിലേക്ക് ഈ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി. ഇങ്ങനെയുള്ള ഒമിഷൻസിനെ നമ്മൾ പാർഷ്യൽ ഒമിഷൻസ് എന്ന് പറയും. കാരണം ഇതിൽ ഒരു ആസ്പെക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മറ്റേ ആസ്പെക്റ്റ് വിട്ടുപോവാണ്. രണ്ടാമത്തെ എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഫിഗർ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഫിഗർ തെറ്റിപ്പോവുക. ജേർണൽ എൻട്രീസ് എഴുതിയിട്ട് അതിനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ എറേഴ്സ് വരിക, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് തെറ്റിപ്പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സിനെ നമ്മൾ എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയും. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തെറ്റിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീനറി വാങ്ങുമ്പോൾ നമ്മൾ നോർമലി പാസ് ചെയ്യുന്ന എൻട്രി എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ഇല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യുക. പക്ഷേ മെഷീനറി വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെ പേർച്ചേസസിലേക്കാണ് റെക്കോർഡ് ചെയ്തത്. അതായത് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പേർച്ചേസസ് അക്കൗണ്ട്, പേർച്ചേസസ് നടത്തിയ പോലെയാണ് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണിച്ചാൽ അത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ തെറ്റിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എറേഴ്സിനെ നമ്മൾ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയും. പിന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എറർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല, അതിൻ്റെ എഫക്റ്റ് അവിടെ കോമ്പൻസേറ്റ് ആയിട്ട് പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് സെയിൽസ് ഉണ്ടായി, 5000 രൂപയ്ക്ക് സെയിൽസ് ഉണ്ടായി. ഞാൻ റെക്കോർഡ് ചെയ്യാണ് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽസ് അക്കൗണ്ട് 5000 രൂപ. പക്ഷേ അത് ക്യാഷ് ബുക്കിൽ ഞാൻ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു. പക്ഷേ സെയിൽസ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 5000-ന് പകരം 6000 രൂപ എന്ന് എഴുതി, 1000 രൂപ കൂട്ടി എഴുതി. പിന്നെ സെയിൽസ് റിട്ടേൺ ഉണ്ടാവുകയാണ്. എനിക്ക് 1000 രൂപ സെയിൽസ് റിട്ടേൺ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഞാൻ 2000 രൂപയാണ് സെയിൽസ് റിട്ടേണിൻ്റെ അക്കൗണ്ടിൽ അറിയാതെ പോസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നെറ്റ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ 6000 രൂപ ഞാൻ സെയിൽസും റെക്കോർഡ് ചെയ്തു, 2000 രൂപ സെയിൽസ് റിട്ടേണും. അപ്പോൾ എൻ്റെ നെറ്റ് സെയിൽസ് 4000 രൂപ. ഞാൻ കറക്റ്റായിട്ടല്ലേ ഇവിടെ റെക്കോർഡ് ചെയ്തത്? 6000 തെറ്റായ ഫിഗറാണ്, 2000 തെറ്റായ ഫിഗറാണ്. എൻ്റെ നെറ്റ് സെയിൽസ് 4000 രൂപ. ഇനി ഞാൻ ശരിക്കാണ് റെക്കോർഡ് ചെയ്തിരുന്നതെങ്കിൽ 5000 രൂപ സെയിൽസും വരും, 1000 രൂപ സെയിൽസ് റിട്ടേണും വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്തും എൻ്റെ സെയിൽസ് എത്ര വന്നു? 4000 രൂപ. അപ്പോൾ സെയിൽസ് നോക്കുന്ന സമയത്ത് ഫിഗേഴ്സിൽ തെറ്റൊന്നുമില്ല, 2 കേസിലും 4000 രൂപയാണ് വരുന്നത്. പക്ഷെ ഞാനിവിടെ എറർ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എറേഴ്സിനെ നമ്മൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയും. നമുക്ക് മനസ്സിലാവില്ല എറർ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് എറേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ ചില എറേഴ്സ് നമ്മുടെ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. അതായത് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം ട്രയൽ ബാലൻസ് ടാലി ആവില്ല. ഇങ്ങനെയുള്ള എറേഴ്സിനെ നമ്മൾ വൺ സൈഡഡ് എറേഴ്സ് എന്നാണ് പറയുക, ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സിനെ. കാരണം വൺ സൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിലായിരിക്കും നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ക്രെഡിറ്റ് ആസ്പെക്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ മിസ്റ്റേക്ക് വരുത്തുമ്പോഴാണ് ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കുക. ഇനി ചില എറേഴ്സ് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. അതായത് ആ എറർ ഉണ്ടായി കഴിഞ്ഞാലും ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കും. അതിന് നമ്മൾ 2 സൈഡഡ് എറേഴ്സ് എന്ന് പറയും. ഡെബിറ്റ് ആസ്പെക്റ്റിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസിൽ അത് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിൽ നോക്കുകയാണെങ്കിൽ എറേഴ്സ് ഓഫ് ഒമിഷൻ, അതിൽ കംപ്ലീറ്റ് ഒമിഷൻ വന്നാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ തീരെ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ പാർഷ്യൽ ഒമിഷൻ, ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. എറേഴ്സ് ഓഫ് കമ്മീഷനോ? എറേഴ്സ് ഓഫ് കമ്മീഷൻ അധികവും നമ്പേഴ്സിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ്. നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ തെറ്റിച്ച് എഴുതുന്നതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സ് അധികവും ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും.
എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളോ? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ അധികവും ട്രയൽ ബാലൻസിന് എഫക്റ്റ് ചെയ്യില്ല. കോമ്പൻസേറ്റിംഗ് എറേഴ്സും അധികവും ട്രയൽ ബാലൻസിന് എഫക്റ്റ് ചെയ്യില്ല. അപ്പം ചില എറേഴ്സ് മാത്രമേ ട്രയൽ ബാലൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ചില എറേഴ്സ് നമുക്ക് ട്രയൽ ബാലൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ വീഡിയോയിൽ നമ്മൾ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വൺ സൈഡഡ് എറേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് ടാലി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ആ എറർ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി അക്കൗണ്ട് ഉണ്ടാക്കും. ആ അക്കൗണ്ടിനെയാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എറേഴ്സ് കണ്ടെത്തുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ലെങ്കിൽ ആ എറേഴ്സ് കണ്ടുപിടിക്കാനും അതിനെ റെക്ടിഫൈ ചെയ്യാനും നമ്മൾ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഇതിന് മാത്രമല്ല, നമുക്കിപ്പോൾ ഡൗട്ട്ഫുൾ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനും സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ട്രയൽ ബാലൻസ് എടുക്കുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനെക്കാട്ടും കൂടുതലെങ്കിൽ, ക്രെഡിറ്റ് സൈഡിലൊരു ഷോർട്ട് വന്നിട്ടുണ്ടാവില്ലേ, ആ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട് അതിന് നേരെ സസ്പെൻസ് അക്കൗണ്ടിന് എഴുതും. ഈ കേസിൽ സസ്പെൻസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. കഴിഞ്ഞപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ ആ കുറവുള്ള എമൗണ്ടും കൂടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ട് അതിന് നേരെ സസ്പെൻസ് അക്കൗണ്ടിന് എഴുതും. ഈ കേസിൽ സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഈ എക്സാമ്പിളിൽ ഞാനൊരു ട്രയൽ ബാലൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിലുള്ള ടോട്ടൽ എമൗണ്ട് 12 lakhs ആയിരുന്നു. ഡെബിറ്റ് സൈഡിലുള്ള ടോട്ടൽ എമൗണ്ട് 11,90,000 ആയിരുന്നു. 10,000 rupees കുറവ് ഡെബിറ്റ് സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 10,000 rupees ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ട് അതിന് നേരെ സസ്പെൻസ് അക്കൗണ്ടിന് എഴുതുകയാണ്. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിന് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കേസിൽ സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ഡിഫറൻസ് ആസ് പെർ ട്രയൽ ബാലൻസ് എന്ന് എഴുതും. ഇങ്ങനെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിന് ഒരു ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് ട്രയൽ ബാലൻസിൽ നമ്മൾ കണ്ടെത്തുന്ന ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ എറർ എവിടെയാണ് സംഭവിച്ചതെന്ന് നോക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യണം. അപ്പം നമ്മൾ 31 March ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിന് മുൻപേ നമുക്ക് ഈ എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകണം. ഡെബിറ്റ് ബാലൻസ് ഉള്ള സസ്പെൻസ് അക്കൗണ്ട് ആണെങ്കിൽ അസറ്റ് സൈഡിലും, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സസ്പെൻസ് അക്കൗണ്ട് ആണെങ്കിൽ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. എന്നിട്ട് അടുത്ത കൊല്ലം നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മാക്സിമം ഈ എറേഴ്സൊക്കെ എന്ത് ചെയ്യും, കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ നെക്സ്റ്റ് ഇയർ ആയ സമയത്ത് എന്താ കണ്ടുപിടിച്ചത്? ഈ എറർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഇയർ നമ്മൾ ഈ എറർ കണ്ടുപിടിക്കുകയാണ്. ക്യാഷ് സെയിൽസ് 10,000 rupees ഉണ്ടായിരുന്നു. അത് സെയിൽസ് അക്കൗണ്ടിലേക്ക് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തില്ല. പാർഷ്യൽ ഒമിഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രയൽ ബാലൻസിൽ 10,000 rupees ബാലൻസ് ആവാതെ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ടിലൂടെയാണ് അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്. ക്യാഷ് കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാഷ് ഇൻകം വന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ക്യാഷ് അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ക്യാഷ് ഇൻകം വന്നതായിട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, സസ്പെൻസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും. ആദ്യം നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് അവിടെ ബാലൻസായി, അതിൽ ബാലൻസിങ് ഫിഗേഴ്സും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഇൻകം എന്താണ് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്യാഷ് അക്കൗണ്ടിൽ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇൻകം വന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് നരേഷനിൽ ക്യാഷ് സെയിൽസ് നോട്ട് പോസ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് റെക്ടിഫൈഡ്, അതായത് നമ്മൾ എപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിലുള്ള എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനുള്ള എൻട്രി പാസ് ചെയ്താലും നമ്മൾ നരേഷനിൽ എഴുതണം റെക്ടിഫിക്കേഷൻ എൻട്രിയാണ് ഇതെന്ന്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ എറർ കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സസ്പെൻസ് അക്കൗണ്ടിൻ്റെ നമുക്ക് അഥവാ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിന് മുൻപേ ഈ എറർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, ട്രയൽ ബാലൻസ് മാച്ച് ആവുന്നില്ല. സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സസ്പെൻസ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. 20,000 rupees നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ എറേഴ്സ് കണ്ടുപിടിക്കുകയാണ്. സെയിൽസ് ഓവർകാസ്റ്റ് ബൈ 10,000. ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ 10,000 അധികം വന്നുപോയി. അണ്ടർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ 10,000 കുറവാണ് വന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽസ് അക്കൗണ്ട് എന്നുള്ള എൻട്രി ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലേക്കുള്ള പോസ്റ്റിങ്ങിൽ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. സെയിൽസ് അക്കൗണ്ടിലേക്കുള്ള പോസ്റ്റിങ്ങിലാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നത്. അതുകൊണ്ടാണ് സെയിൽസ് അക്കൗണ്ട് ഓവർകാസ്റ്റ് ബൈ 10,000. അപ്പോൾ ഇങ്ങനെയുള്ള എറർ എന്താണ്? എറർ ഓഫ് കമ്മീഷനാണ്.
അടുത്തത് പർച്ചേസസ് ഓവർകാസ്റ്റ് ബൈ 29,500. ഇവിടെയും പർച്ചേസ് അധികം എഴുതിപ്പോയി. പിന്നെ റിപ്പയർസ് പോസ്റ്റഡ് ഒൺലി ടു റിപ്പയർസ് അക്കൗണ്ട്. റിപ്പയർസ് എന്ത് ചെയ്തു? റിപ്പയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ജേണൽ എൻട്രി പാസ് ചെയ്തിട്ടും റിപ്പയർസിലേക്ക് മാത്രമാണ് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിനുള്ള ജേണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സെയിൽസ് നമ്മൾ പോസ്റ്റ് ചെയ്തത് അധികമായിപ്പോയി, അതുകൊണ്ട് സെയിൽസിനെ കുറയ്ക്കണം. സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആയതുകൊണ്ട് അതിനെ കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റ് ബാലൻസ് കൊടുക്കും. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 10,000. അതുപോലെ തന്നെയാണ് പർച്ചേസസിനെ നമുക്ക് ഇവിടെ കുറയ്ക്കണം. പർച്ചേസസ് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്, അതിനെ കുറയ്ക്കണമെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് കൊടുക്കും. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. പിന്നെ റിപ്പയർസ് നമ്മൾ റിപ്പയർസ് അക്കൗണ്ടിൽ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ പൈസ പോയതായിട്ട് എവിടെ വന്നിട്ടില്ല? ക്യാഷ് അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോയതായിട്ട് കാണിക്കണം. ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കുറയുമ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഈ സെയിൽസിലും പർച്ചേസിലും ഓവർ കാസ്റ്റിങ്ങിന് പകരം അണ്ടർ കാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ, അതായത് കുറച്ചിട്ടാണ് എമൗണ്ട് എഴുതി പോയതെങ്കിൽ സെയിൽസിൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. ഇവിടെ ഓവർ കാസ്റ്റാണ് ആയത്. എന്നിട്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് എല്ലാ എൻട്രീസും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സസ്പെൻസ് അക്കൗണ്ടാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് ആസ് പെർ ട്രയൽ ബാലൻസ് 20,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട് ബാക്കി എല്ലാ എൻട്രീസും പോസ്റ്റ് ചെയ്യുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ടാലിയോ. നമ്മളെല്ലാ എറേഴ്സും കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സസ്പെൻസ് അക്കൗണ്ട് ട്രയൽ ബാലൻസ് ടാലി ആവാത്ത കേസിൽ മാത്രമല്ല യൂസ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ഡൗട്ട്ഫുൾ എൻട്രി ഉണ്ടെങ്കിലും നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാം. ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 റുപ്പീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇത് അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് തൽക്കാലം അത് റെക്കോർഡ് ചെയ്യാതിരിക്കാനോ അക്കൗണ്ടിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമുക്ക് മുന്നോട്ട് പോകണം. അപ്പം നമുക്ക് തൽക്കാലം അതിനെ സസ്പെൻസ് അക്കൗണ്ടിലിടാം. ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? സസ്പെൻസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 15,000 റുപ്പീസ്. ഇതിനെ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചു ഈ എമൗണ്ട് മിസ്റ്റർ റാം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഡെപ്റ്ററാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ഇതിൻ്റെ മുൻപേ ക്രെഡിറ്റ് ചെയ്തു. സസ്പെൻസ് അക്കൗണ്ടിന് ക്യാൻസൽ ചെയ്യണമെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിന് നമ്മൾ പിന്നെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മിസ്റ്റർ റാം എന്ന് പറഞ്ഞ ഡെപ്റ്റർ ഇനി ഇല്ല. ഡെപ്റ്റർ കുറയുമ്പോൾ മിസ്റ്റർ റാമിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ റാം അക്കൗണ്ട് 15,000. ഇതിന് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് അവിടെ ക്ലോസ് ആയി. ഇനി ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. പെറ്റി ക്യാഷിന് ഒരു 500 രൂപ പോയതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ആ കേസിൽ പെറ്റി ക്യാഷിന് എമൗണ്ട് പോകുമ്പോൾ പെറ്റി ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പെറ്റി ക്യാഷ് അക്കൗണ്ട് 500 രൂപ. എന്നിട്ട് നമ്മൾ അതിനെ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. പിന്നെയാണ് മനസ്സിലാവുന്നത് കുറച്ച് സ്റ്റേഷനറി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന് കൊടുത്ത എമൗണ്ട് ആണെന്ന്. അപ്പോൾ സ്റ്റേഷനറി വാങ്ങുന്ന സമയത്ത് സ്റ്റേഷനറി എക്സ്പെൻസ് ആയതുകൊണ്ട് സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ടിന് ഇതിൻ്റെ മുൻപേ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ചെയ്യും. സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 500 രൂപ. എന്നിട്ട് നമ്മളിതിനെ സസ്പെൻസ് അക്കൗണ്ടിലേക്കും കൂടെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സസ്പെൻസ് അക്കൗണ്ട് അവിടെ ബാലൻസിങ് ഫിഗർ ഒന്നുമില്ല, എറേഴ്സൊക്കെ റെക്ടിഫൈ ആയി. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലും നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യാം. ഫസ്റ്റ് ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ലെങ്കിൽ നമുക്ക് എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കാം. സെക്കൻഡ് കേസിൽ നമുക്ക് ഡൗട്ട്ഫുൾ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലും സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സിനെ കുറിച്ചിട്ട്. നമുക്ക് ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാം. നമ്മളിന്ന് കണ്ടു എങ്ങനെയുള്ള എറേഴ്സൊക്കെയാണ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരിക. അപ്പം ഏതൊക്കെ എറേഴ്സ് വന്നാലാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുക. ട്രയൽ ബാലൻസ് ടാലി ആയിട്ടില്ലെങ്കിൽ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാൻ, ആ എമൗണ്ട് ടാലി ആവാത്ത എമൗണ്ട് മാറ്റിവെക്കാനുള്ള ഒരു ടെമ്പററി അക്കൗണ്ടായിട്ട് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡൗട്ട്ഫുൾ ട്രാൻസാക്ഷൻസിനും സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. ഇന്ന് നമ്മൾ 1 സൈഡഡ് എറേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കാൻ കാരണം വരുന്ന എറേഴ്സിനെ കുറിച്ചിട്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ 2 സൈഡഡ് എറേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കാം. താങ്ക് യു.